ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഒടുവിൽ നിയമമായി. ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ രംഗത്തെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും സുരക്ഷ, ഊർജം എന്നിവയ്ക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുന്നതുമടക്കം പല പ്രത്യേകതകളും ബില്ലിനുണ്ട്. ട്രംപ് പറഞ്ഞതുപോലെ ബജറ്റ് ബിൽ യുഎസ് സമ്പദ് വ്യവസ്ഥയെ റോക്കറ്റ് വേഗത്തിൽ കുതിപ്പിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. നികുതി ഇളവുകൾ സ്ഥിരമാക്കുകയാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. 2017 ട്രംപിന്റെ കാലത്തെ നികുതി ഇളവുകൾ 2025 അവസാനത്തോടെ കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് നീക്കം. കൂടാതെ പ്രതിരോധം, അതിർത്തി സുരക്ഷ, ഊർജം എന്നിവയ്ക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും ബിൽ നിർദ്ദേശിക്കുന്നു. $350 ബില്യൺ അതിർത്തി ദേശീയ സുരക്ഷാ പദ്ധതിയാണ് ബില്ലിലെ ഏറ്റവും പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. US മെക്സിക്കോ അതിർത്തിയിലെ മതിൽ വിപുലീകരിക്കുന്നതിന് $46 ബില്യൺ ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ 1 ലക്ഷം കുടിയേറ്റ തടങ്കൽ കിടക്കകൾക്കായി $45 ബില്യൺ, 10,000 പുതിയ ICE ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് $10,000 സൈനിങ് ബോണസ് എന്നിവയും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനു പുറമെ നിരവധി പുതിയ ഇളവുകൾ ബില്ലിൽ അവതരിപ്പിക്കുന്നുണ്ട്. ടിപ്പുകൾ, ഓവർ ടൈം എന്നിവയ്ക്ക് ഇനി മുതൽ നികുതി ഉണ്ടാകില്ല എന്നതാണ് ഇതിലെ പ്രധാന പ്രത്യേകത. കാർ ലോൺ പലിശയ്ക്കുള്ള നികുതി ഇളവാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം. കാർ US നിർമ്മിച്ചതാണെങ്കിൽ മാത്രമാണ് ഈ നികുതിയുളവ് ബാധകമാകുന്നത്. വൈദ്യുത വാഹനങ്ങൾക്കും ഊർജ്ജക്ഷമതയുള്ള ഭവന നവീകരണത്തിനുമുള്ള നികുതി ഇളവുകൾ ഈ വർഷം അവസാനിക്കും. കാറ്റാടി സൗരോർജ്ജ പദ്ധതികൾക്കുള്ള ആസൂത്രിത നികുതി അന്തിമ ബില്ലിൽ നിന്ന് നീക്കം ചെയ്തു. മുതിർന്ന പൗരന്മാർക്ക് അവരുടെ മൊത്ത വരുമാനം വ്യക്തികൾ എന്ന നിലയിൽ 75,000-ൽ താഴെയാണെങ്കിലോ ദമ്പതികൾ എന്ന നിലയിൽ $150,000 താഴെയാണെങ്കിലോ $6,000 നികുതി ഇളവ് അനുവദിക്കും. 2028 വരെ മാത്രമാണ് നികുതി ഇളവ് ലഭ്യമാക്കുകയെന്നതും ബില്ലിൽ പറയുന്നു. കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് വൻ തുക ചെലവിടാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള ട്രംപിന്റെ പദ്ധതിയുടെ ഭാഗമായി ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രങ്ങൾക്ക് $45 ബില്യൺ വരെ അനുവദിക്കാൻ ബില്ലിൽ പറയുന്നു. നാടുകടത്തൽ പ്രവർത്തനങ്ങൾക്ക് $14 ബില്യൺ അനുവദിക്കുക. 2029 ആകുമ്പോഴേക്കും 10,000 പുതിയ ഇമിഗ്രേഷൻ ഏജന്റുമാരെ നിയമിക്കുന്നതിനുള്ള ധനസഹായത്തിനും ബില്ലിൽ ധാരണയായിട്ടുണ്ട്. അത്ര എളുപ്പമായിരുന്നില്ല ബില്ല് പാസാക്കാൻ. സെനറ്റും ജനപ്രതിനിധി സഭയും മറികടക്കാൻ ഏറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ചിലർ കൂറുമാറി, മറ്റൊരു വശത്ത് പ്രതിഷേധവും. ഇവയെല്ലാം അതിജീവിച്ചാണ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് ജീവൻ വെച്ചത്. ബില്ലിനെതിരെ കടുത്ത എതിർപ്പാണ് തുടക്കം മുതൽ ഉയർന്നത്. പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റുകളിൽ നിന്ന് മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ബില്ലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. 24 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലായിരുന്നു സെനറ്റിൽ വോട്ടെടുപ്പ്. റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്തതോടെ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വോട്ടാണ് ടൈ ബ്രേക്കറായത്. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളായ ടോം ടില്ലിസ്, റാൻഡ് പോൾ, സൂസൻ കോളിൻസ് എന്നിവരാണ് ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന് ബില്ലിനെ എതിർത്തത്. സെനറ്റിലെ 100 അംഗങ്ങളിൽ 50 പേർ അനുകൂലിച്ചും 50 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഇതോടെയാണ് വാൻസിന്റെ ടൈ ബ്രേക്കർ വോട്ട് വേണ്ടിവന്നത്. On this vote, the yeas are 50, the nays are 50. The Senate being evenly divided, the Vice President votes in the affirmative. The bill as amended is passed. ജനപ്രതിനിധി സഭയിലും സമാന സാഹചര്യം. 30 മണിക്കൂറോളം നീണ്ട സംവാദങ്ങൾക്കൊടുവിലാണ് ബില്ലിന് US ജനപ്രതിനിധി സഭ കടക്കാനായത്. 435 അംഗങ്ങളുള്ള സഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 218 വോട്ടുകളായിരുന്നു. 212 ഡെമോക്രാറ്റ് അംഗങ്ങളും ബില്ലിനെ എതിർത്തു. സെനറ്റിൽ നേരിട്ട റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെ കൂറുമാറ്റം ജനപ്രതിനിധി സഭയിലും പ്രതിഫലിച്ചു. റിപ്പബ്ലിക്കൻ അംഗങ്ങളായ തോമസ് മാസയും ബ്രയാൻ ഫിറ്റ്സ്പാട്രിക്കും നിലപാടിൽ ഉറച്ചുനിന്നു. ട്രംപിന്റെ ഇടപെടലോടെ സൗത്ത് കരോലിന അംഗം റാൽഫ് നോർമാനെ അനുനയിപ്പിക്കാനായി. പിന്നീട് നോർമാന്റെ വോട്ടോടെ സഭയിൽ കൃത്യം 218 വോട്ടുകൾ നേടി ട്രംപിന്റെ വിവാദ ബജറ്റ് ബില്ലിന് അംഗീകാരം. ബില്ലിനെതിരെ ജനരോഷവും ശക്തമാണ്.
ബില്ല് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ തെരുവിലിറങ്ങി. ട്രംപിന്റെ പുതിയ ബില്ലിനെ കടം അടിമത്ത ബില്ലെന്ന് വിശേഷിപ്പിച്ച ഇലോൺ മസ്ക് ബില്ല് പാസാക്കിയാൽ അമേരിക്ക പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു. ഒടുവിൽ എല്ലാ കടമ്പകളും കടന്നെത്തിയ ബില്ലിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനത്തിൽ വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. നിലവിൽ 36 ലക്ഷം കോടിയുടെ കടക്കെണിയിൽ നീങ്ങുന്ന US സർക്കാരിന്റെ ചെലവ് ചുരുക്കാനും നിലവിലെ കടം കുറയ്ക്കാനുമുള്ള പരിഷ്കാരങ്ങളാണ് ബിൽ ലക്ഷ്യം വെക്കുന്നത്. എങ്കിലും ഫലത്തിൽ അടുത്ത 10 വർഷത്തിനകം കടം $3.3 ലക്ഷം കോടി കൂടി ഉയരുമെന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ദരിദ്രരെ അപേക്ഷിച്ച് സമ്പന്നരായ നികുതിദായകർക്കാണ് ഈ ബില്ലിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നതുമാണ്. മസ്ക് പറഞ്ഞതുപോലെ അമേരിക്ക നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധികളുടെ തുടക്കമാകുമോ ഇത്?